ഹെയർ കെയർ സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മീഡിയം പോറസ് ഹെയറിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ പോറസ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ഹെയറിനെ കുറിച്ചാണ്. അപ്പം ഹെയറിന്റെ പോറോസിറ്റി എന്താണെന്നും എങ്ങനെയാണ് പോറോസിറ്റി ടെസ്റ്റ് നമ്മൾ സ്വയം നമ്മുടെ ഹെയറിൽ ചെയ്ത് നോക്കുക എന്നും എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ 2ാമത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഹൈലി പോറസ് ഹെയർ എന്താണ്? ഹൈലി പോറസ് ഹെയറിന്റെ ഷാഫ്റ്റിൽ ക്യൂട്ടിക്കൽ നല്ല ഔട്ടർ ലെയറിൽ ആവശ്യത്തിൽ കൂടുതൽ ഓപ്പണിങ്സ് ഉണ്ടാകുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഹൈലി പോറസ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ഹെയർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടർ പോറസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ മുടി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴെ പോയി സെറ്റിൽ ചെയ്യുന്ന ഹെയർ ടൈപ്പ് ആണ് ഹൈലി പോറസ് ഹെയർ. ധാരാളം ഓപ്പണിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം അതിനകത്തേക്ക് കയറുകയും ആ വെയിറ്റിൽ താഴെ പോയി സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ മുടിയുടെ പ്രത്യേകതകൾ? ഹൈലി പോറസ് ഹെയർ ഉള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആയിരിക്കും, മുടി ഭയങ്കര ഡ്രൈ ആണ്, തൊട്ട ചകിരി പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മുടി പൊട്ടി പോകുന്ന പ്രശ്നം പറയാറുണ്ട്. ചീപ്പൊക്കെ എടുത്ത് ചീകുമ്പോൾ പൊട്ടി പൊട്ടി താഴെ വീഴുന്നത് കാണാം, അറ്റം പിളരുന്നുണ്ടെന്നും പറയാറുണ്ട്. ഈ പ്രശ്നങ്ങളായിരിക്കും പ്രധാനമായിട്ട് ഇവർ പറയുന്നത്. ഈ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ പെട്ടെന്ന് നനയുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുന്ന മുടിയാണ്. നമ്മൾ ലോ പോറസ് ഹെയറിന്റെ കാര്യം പറഞ്ഞു നനഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹൈലി പോറസ് ഹെയറിനെ സംബന്ധിച്ച് പെട്ടെന്ന് നനഞ്ഞു കിട്ടും, അതുപോലെ തന്നെ ഉണങ്ങിയും കിട്ടും. ഇപ്പം വെള്ളം എടുത്ത് നനയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം വീണാൽ അത് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയി പോകും. അതുപോലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി ഉണങ്ങുകയും ചെയ്യും. മുടി എപ്പോഴും ഡള്ളായിരിക്കും, ഒരു ഷൈനിങ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിന്റെ പ്രത്യേകതകൾ. ഇനി എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഹൈലി പോറസ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ഹെയർ ആയിട്ട് മാറുന്നത്? ഇപ്പം ലോ പോറസ് ഹെയർ ആൻഡ് മീഡിയം പോറസ് ഹെയർ ഒക്കെ താരതമ്യേന ഹെൽത്തി ഹെയർ ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. നമ്മുടെ ജെനറ്റിക്സ്, അതായത് നമ്മുടെ പാരമ്പര്യ ഘടകങ്ങൾക്ക് നമ്മുടെ മുടിയുടെ പോറോസിറ്റിയിലൊക്കെ ഒരു റോൾ ഉണ്ട്. പക്ഷേ ഈ ഹൈലി പോറസ് ആയിട്ടുള്ള ഡാമേജ്ഡ് ഹെയർ കൂടുതലും വരുന്നത് നമ്മൾ തെറ്റായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്ന മിസ്റ്റേക്സ് കാരണം മുടിക്ക് ഡാമേജ് വരുമ്പോഴാണ് ഹൈലി പോറസ് ആയിട്ട് ഹെയർ ആയിട്ട് പൊതുവെ നമ്മുടെ മുടി മാറുന്നതായിട്ട് കാണാറുള്ളത്. ഇപ്പം കേളി ഹെയർ ഒക്കെ കുറച്ചൊരു പോറോസിറ്റി കുറച്ച് കൂടുതലുള്ള ടൈപ്പ് ഹെയർ ആണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ കാണുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെ വരുന്ന മിസ്റ്റേക്സ് കാരണം ഹൈലി പോറസ് ഹെയർ ആയിട്ട് മാറുന്നതാണ്. ഹെയർ ഡാമേജ്ഡ് ആവാനായിട്ട് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള കാരണങ്ങളാണ്. കോമൺ ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, ഇപ്പൊ അനീമിയൊക്കെ ഉള്ളവർക്ക്, അതുപോലെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, സിങ്ക്, വൈറ്റമിൻ D3 ഇതൊക്കെ കുറവുള്ളവർക്ക് മുടി ഡ്രൈ ആൻഡ് ഫ്രിസി ആവാറുണ്ട്, മുടിയുടെ പോറോസിറ്റി കൂടാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ വേരിയേഷൻസ് ഉള്ളവർക്ക് മുടി ഡ്രൈ ആവുന്നത് ഒരു ലക്ഷണമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടി നിങ്ങൾ അതിന്റെ കൂടെ ക്ലിയർ ചെയ്യണം. മുടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ടില്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്സും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു മീഡിയം പോറസ് ഹെയർ ഉള്ള ആളൊക്കെ ആണെങ്കിൽ നമ്മൾ നിരന്തരം നമ്മുടെ മുടിക്ക് സൂട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാമേജ് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഹൈലി പോറസ് ഹെയർ ആയിട്ട് മാറും. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഉദാഹരണമാണ് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നവർ, മീഡിയം പോറസ് ഹെയർ ആയിട്ടുള്ള ആളുകൾ കണ്ടീഷണർ യൂസ് ചെയ്യാതെ ഒരു ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് അവരുടെ മുടി ഹൈലി പോറസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ കളർ ചെയ്യുന്ന ഡൈ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലേ, അപ്പൊ അവരൊക്കെ സിന്തറ്റിക് ആയിട്ടുള്ള ഡൈസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്, എൻ്റെ മുടി ആദ്യം നല്ല ഷൈനിങ് ആയിരുന്നു, പക്ഷെ ഡൈ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഒരുമാതിരി ഒരു ഷൈനിങ് ഇല്ലാത്ത പോലെ ആയിപ്പോയി എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പോറോസിറ്റി ചേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാറുണ്ട്. പെർമനന്റ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടാവും. വേറൊരു കാരണമാണ് നിരന്തരം തെർമൽ സ്റ്റൈലിംഗ് ചെയ്യുന്നത്. ഇപ്പൊ മുടി കേൾ ചെയ്യാനൊക്കെ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാറില്ലേ, അപ്പൊ അതൊക്കെ നിരന്തരം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി ഹൈലി പോറസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മീഡിയം പോറസ് ഹെയർ ഉള്ളവർ തെർമൽ സ്റ്റൈലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡാമേജ്ഡ് ആവാൻ സാധ്യത കൂടുതലാണ്. വെയിൽ നിരന്തരം കൊള്ളുന്നവർ, നല്ല വെയിൽ കുറേ സമയം കൊള്ളുന്ന ആളുകൾ, വെയിലത്ത് പണിയെടുക്കുന്നവർക്കൊക്കെ മുടി പോറോസിറ്റി കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മുടിയെ ഡാമേജ് ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കോസ് ഐഡന്റിഫൈ ചെയ്തൊന്ന് മനസ്സിലാക്കുക. കോസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ആ കോസ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കിത് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ നോക്കണല്ലോ. മുടി റിവേഴ്സ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അനുയോജ്യമല്ലാത്ത പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പം ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക, സൂട്ടബിൾ അല്ലാത്ത ഹെയർ പാക്സ് യൂസ് ചെയ്യുക,
ഹെയർ വാഷ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാന്ന് അറിയാം. ഇപ്പോൾ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ക്യൂട്ടികൾ എപ്പോഴും ഓപ്പൺഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അകത്തേക്ക് കയറും ചെയ്യും, അതേപോലെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അത് റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. റിട്ടേൺ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഹെയറിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈലി പോറസ് ഹെയർ ആയിട്ടുള്ള ആളുകൾക്ക് അത് കുറച്ച് കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. അതേസമയം കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ക്രീംസ് ആൻഡ് ബട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവും. ഓയിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഓയിലുകൾ ചൂസ് ചെയ്യുക. ഇപ്പം കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ, വെളിച്ചെണ്ണ, ഇങ്ങനത്തെ എണ്ണകളൊക്കെ ഹൈ പോറസ് ഹെയർ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എണ്ണകൾ യൂസ് ചെയ്യാം. ഈ എണ്ണകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇവർ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ സ്കാൽപ്പും കൂടി അതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടാവും, ഹെയർ ഫോളിക്കിൾസ് അഫക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു എണ്ണ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്നൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് നിങ്ങൾ എണ്ണ ചൂസ് ചെയ്യുക. കാരണം അതിന്റെ കൂടെ നമ്മൾ നീർവീഴ്ച, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചും ഒരു ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. അതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ എണ്ണ ചൂസ് ചെയ്യുക. ഇത് ഞാൻ പൊതുവേ പറഞ്ഞതാണ്. ഹെയറിന്റെ ഷാർപ്പിനെ സംബന്ധിച്ച് നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഹെയർ പാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ ആയുർവേദ പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, മുടി കഴുകാനായിട്ട് സോപ്നട്ട് പൗഡർ അല്ലെങ്കിൽ ചിക്കക്കായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആയുർവേദ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആയുർവേദത്തിൽ തന്നെ പ്രൊഡക്റ്റുകളായാലും അല്ലെങ്കിൽ സിംഗിൾ ഡ്രഗ് ആയാലും അതിന് ഗുണങ്ങളുണ്ട്. ഉഷ്ണവീര്യം, ശീതവീര്യം, ഡ്രൈ ആക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്, ഡ്രൈ ആക്കാത്ത പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഡ്രൈ ആക്കാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഹെയർ വാഷ് ചെയ്യാനൊക്കെ താളിപ്പൊടികളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ ആ താളിപ്പൊടിയിൽ തന്നെ കൂടുതലായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നത് കാണാറുള്ളത് ചിക്കക്കായ, അതിന്റെ പൊടി, അതുപോലെ നമ്മുടെ സോപ്നട്ട് പൗഡർ, ഇതൊക്കെയാണ്. അപ്പൊ ഇത് മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ചിക്കക്കായ ആയാലും സോപ്നട്ട് പൗഡർ ആയാലും കുറച്ചൊരു ഡ്രൈനെസ് കൂട്ടുന്ന തരത്തിലുള്ള പൗഡേഴ്സ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ഹെയറിന് കുറച്ചുകൂടി നറിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള, ഡ്രൈനെസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം ആയുർവേദമാണെന്ന് കരുതി മാത്രം നമ്മുടെ ഹെയർ അത് നല്ലതായിക്കൊള്ളുന്നില്ല. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹൈലി പോറസ് ഹെയർ ആയിട്ടുള്ളവർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് അവരുടെ ഹെയറിന്റെ സ്ട്രാൻഡിന്റെ തിക്നെസ് കൂട്ടാനും അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ സഹായിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോസിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.